അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന വമൗലാന മുഹമ്മദ്. കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന ഒരു ഇബാദത്തായിട്ടാണ്, ഒരു ആരാധനയായിട്ടാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതിനെ ചേർക്കുക എന്നുള്ളത് ജീവിതത്തിൽ വലിയ ഐശ്വര്യം ഉണ്ടാവാനും സമ്പത്തിലും കുടുംബത്തിലുമൊക്കെ വലിയ ബറക്കത്തുണ്ടാവാൻ അത് കാരണമായി തീരുമെന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. കുടുംബബന്ധം മുറിച്ചു കളയുക, അതിനെ വിച്ഛേദിക്കുക, കുടുംബങ്ങളിൽ നിന്നെല്ലാം അകന്നു കഴിയുക, അവരുമായി പൊരുത്തമില്ലാതെ അവരുമായി സംസാരിക്കാതെ മിണ്ടാതെ മാറി നിൽക്കുക എന്നുള്ളതൊക്കെ, കുടുംബബന്ധം വിച്ഛേദിക്കുക എന്നുള്ളത് വളരെയധികം മോശമായ കാര്യമായിട്ടും വളരെയധികം ശിക്ഷ ലഭിക്കുന്ന കാര്യമായിട്ടൊക്കെയാണ് മഹത്തായ ഇസ്ലാം നമ്മെ അതിനെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുള്ളത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് ഓർമ്മപ്പെടുത്തിയത്, നിങ്ങളുടെ പിതാക്കന്മാരുടെ, നിങ്ങളുടെ സഹോദരങ്ങളുടെ, നിങ്ങളെ എളാപ്പ മൂത്താപ്പമാരുടെ തുടങ്ങിയിട്ടുള്ള കുടുംബാംഗങ്ങളുടെയൊക്കെ പേരുകളും അവരുടെ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിടണം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിക്കണം. മക്കൾക്കും ഭാര്യമാർക്കും മറ്റുള്ളവർക്കൊക്കെ അത് പകർന്നു കൊടുക്കണം. ഇതെൻ്റെ പിതാവാണ്, ഇത് പിതാവിൻ്റെ പിതാവ് ഇന്ന ആളാണ്, അദ്ദേഹം ഇന്നാലിന്ന മഹത്വങ്ങളൊക്കെ ഇന്നാലിൻ്റെ വിശേഷണങ്ങളൊക്കെ ഉള്ള ആളായിരുന്നു തുടങ്ങിയിട്ടുള്ള അവരെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബബന്ധം ചേർക്കാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് പോവുക, അവരെ നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങോട്ട് ക്ഷണിക്കുക. ഇങ്ങനെ തുടങ്ങിയിട്ട് കുടുംബങ്ങൾ പരസ്പരം എപ്പോഴും സ്നേഹത്തോടെ സന്തോഷത്തോടെ ആയിരിക്കണം കഴിയേണ്ടത്. ഒരിക്കലും അതിന് വിള്ളലേൽപ്പിക്കുന്ന, അതിന് വിടവുണ്ടാക്കുന്ന രൂപത്തിലുള്ള ഒരു വാക്കോ ഒരു പ്രവർത്തനങ്ങളോ ഒരാളെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൂടാ. അങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് വലിയ ശിക്ഷക്കത് കാരണമായി തീരും എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. മഹാനായ ഇമാം തുർമുദി റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തഅല്ലമൂ മിൻ അൻസാബിക്കും മാ തസ്ലു ബിഹി അർഹാമക്കും. നിങ്ങളുടെ കുടുംബാംഗങ്ങൾ പരസ്പരം സ്നേഹത്തോടുകൂടെ അവരിലേക്ക് ചെന്നു ചേരാൻ കഴിയുന്ന, അവരെ ബന്ധപ്പെടാൻ കഴിയുന്ന രൂപത്തിൽ മക്കൾക്ക് മറ്റുള്ളവർക്ക് അവരെ പരിചയപ്പെടുത്തി കൊടുക്കണം. അവരുടെ പേരും അവരുടെ മറ്റെല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. ഫഇന്ന സലത്തുർ റഹിമി, കുടുംബബന്ധം ചേർക്കുക, കുടുംബങ്ങളുമായി സന്തോഷത്തോടുകൂടെ കഴിയുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സുഖാന്വേഷണങ്ങളൊക്കെ നടത്തി ആ ബന്ധം കൂട്ടിയുറപ്പിക്കുക എന്നുള്ളത് മഹബ്ബത്തുൻ ഫിൽ അഹ്ൽ, കുടുംബത്തിൽ വലിയ സ്നേഹമുണ്ടാവാൻ, വലിയ വാത്സല്യമുണ്ടാവാൻ, വലിയ കൃപയുണ്ടാവാൻ അത് വലിയ കാരണമായി തീരും. മസറാത്തുൻ ഫിൽ മാൽ, ധനത്തിൽ അല്ലാഹു തആല അത് കാരണം വലിയ ബറക്കത്ത് നിങ്ങൾക്ക് നൽകും. മൻസഅത്തുൻ ഫിൽ അസർ, അതേ നിങ്ങളുടെ ആയുസ് വർദ്ധിക്കാൻ, ദീർഘായുസ് ലഭിക്കാൻ കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ടാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും എന്തെങ്കിലും ചെറിയൊരു വിഷയത്തിൻ്റെ പേരിൽ ജ്യേഷ്ഠാനുജന്മാരോ അതല്ലെങ്കിൽ മാതാപിതാക്കളോ മറ്റു കുടുംബാംഗങ്ങളുമായൊക്കെ അകന്നു കഴിയുമ്പോൾ അത് കാരണം നമുക്ക് പിന്നീടുണ്ടാകുന്ന മക്കളോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കയറി വന്ന ഭാര്യയോ ഇവരെക്കുറിച്ച് അറിയാതെ പോകുന്നു. ഇവരാരാണ്, ഇവരുമായുള്ള എൻ്റെ പിതാവിന് അതല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് എൻ്റെ ഉപ്പക്ക് ഉമ്മക്ക് വല്ല ബന്ധമെന്താണെന്ന് പോലും അറിയാതെ പോകുന്നൊരവസ്ഥ പലപ്പോഴും പല കുടുംബങ്ങളിലും കണ്ടുവരാറുണ്ട്. അങ്ങനെ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. പുറത്തു കൊടുക്കാനും വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാനും പരസ്പര സ്നേഹത്തോടെ സന്തോഷത്തോടെ കഴിയാനും ഒക്കെയുള്ള വിശാലമായൊരു മനസ്സ് നമുക്കുണ്ടാവണം. ഭൗതികമായ ലോകത്തെ ജീവിതത്തേക്കാൾ ആഖിറത്തിലെ ജീവിതത്തിൽ നാം മുൻഗണന നൽകിയിട്ട് അവിടെ വിജയിക്കണം. ഇവിടെ അല്പം പരാജയപ്പെട്ടാലും എൻ്റെ പരലോകം ഒരിക്കലും നഷ്ടപ്പെട്ടുകൂടാ, റബ്ബിൻ്റെ മുമ്പിൽ ഞാൻ കുടുങ്ങിപ്പോയിക്കൂടാ എന്നുള്ള ഒരു ഉത്തമമായൊരു ബോധം, ഒരു ചിന്ത നമുക്കൊക്കെ വേണം. അതുകൊണ്ട് തന്നെ കുടുംബങ്ങൾ പരസ്പരം എന്തെങ്കിലും ചെറിയ വിഷയത്തിൻ്റെ മേൽ അകന്നു നിൽക്കുന്നവരാണെങ്കിൽ അതെല്ലാം മാപ്പ് ചെയ്തുകൊണ്ട് റബ്ബിൻ്റെ പൊരുത്തം കിട്ടാൻ, അവൻ്റെ സ്നേഹം ലഭിക്കാൻ നാം അതെല്ലാം വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് സ്നേഹത്തോട് കുടുംബബന്ധത്തോട് കൂറ് പുലർത്തിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം. അർഹമുർ റഹീമായ റബ്ബ് അതിനുള്ള വലിയ തൗഫീഖും സൗഭാഗ്യവും നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.